കുട്ടികളിലെ ലഹരി വ്യാപനം തടയാൻ സമഗ്ര നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി എം.പി. രാജേഷ്. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. അധ്യാപകർ കുട്ടികളെ നിരന്തരം നിരീക്ഷിക്കുമെന്നും ലഹരി വ്യാപനത്തിന് ഒരു സുപ്രധാന കാരണം അരാഷ്ട്രീയതയാണെന്നും മന്ത്രി പറഞ്ഞു. വളരെ ശ്രദ്ധയാണ് സർക്കാർ ചെലുത്തിയിട്ടുള്ളത്. ധാരാളം പദ്ധതികൾ അതിനായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരാഴ്ച മാറ്റിവെക്കുക എന്നതല്ല, തുടർച്ചയായി തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സ്കൂൾ തലങ്ങളിലും ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. ജാഗ്രതാ സമിതികളിൽ പ്രധാനാധ്യാപകൻ, PTA പ്രസിഡന്റ്, MPTA പ്രസിഡന്റ്, സ്കൂൾ ലീഡർ തുടങ്ങിയിട്ടുള്ള അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ആകെ പ്രതിനിധികൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ ജാഗ്രതാ സമിതി യോഗങ്ങൾ ചേരുന്നതിനും പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ പുലർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ വിശദമായിട്ടുള്ള മാർഗരേഖ ജാഗ്രതാ സമിതികൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നത് സംബന്ധിച്ച് വിദ്യാലയങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം ലഹരി ബോധവൽക്കരണത്തോടൊപ്പം തന്നെ കൂടുതൽ വിവരങ്ങളുമായി PS വിനയ ചേരുകയാണ് നിയമസഭയിൽ നിന്നും. വിനയ, മന്ത്രി എം.പി. രാജേഷ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ലഹരി വ്യാപനത്തിനെതിരെ ഇടയിലെ ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടികൾ സ്വീകരിച്ചുവെന്നാണ്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് മന്ത്രിസഭയിൽ വ്യക്തമാക്കിയത്? സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന ലഹരി വ്യാപനം, അതോടൊപ്പം തന്നെ യുവാക്കൾക്കിടയിൽ, പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിലെല്ലാം ഉണ്ടായിരിക്കുന്ന അക്രമവാസനയിലെ വർധനവിനെയെല്ലാം വലിയ ഗൗരവത്തോടുകൂടി തന്നെ സർക്കാർ കാണുന്നുണ്ട് എന്നുള്ള കാര്യമാണ് മന്ത്രി എം.പി. രാജേഷ് വ്യക്തമാക്കിയത്. ഇതിന്റെ ഭാഗമായിട്ട് കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിന്റെ ഭാഗമായിട്ട് സ്കൂളുകളിൽ പ്രത്യേക രീതിയിലുള്ള നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. രക്ഷിതാക്കളെയും അതോടൊപ്പം തന്നെ അധ്യാപകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നിരന്തരമായി കുട്ടികളെ നിരീക്ഷിക്കുക, അതോടൊപ്പം ഈ അധ്യയന വർഷത്തിൽ ഒരു ദിവസത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അധ്യയന വർഷം മുഴുവനും ഈ ദിവസങ്ങളിലും ഈ നടപടികൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. മറ്റൊരു കാര്യം മന്ത്രി എം.പി. രാജേഷ് എടുത്തു പറഞ്ഞത് ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാടോട് കൂടി തന്നെയാണ് ഇതിനെ കാണുന്നത്. കാരണം കുട്ടികളുടെ മാനസികാവസ്ഥ എന്തുകൊണ്ട് ഈ രീതിയിൽ പോകുന്നു, ഏത് രീതിയിലാണ് കുട്ടികൾ ഇത്തരത്തിൽ ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്, ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടിയുള്ള, അതോടൊപ്പം ശാസ്ത്രീയമായും വിദഗ്ധരുടെയും അഭിപ്രായം കൂടി കേട്ടുകൊണ്ടുള്ള ഒരു നടപടി ഈ കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം PC വിശ്വനാഥ് MLA ഒരു ചോദ്യം ഉന്നയിച്ചത് ഈ യുവാക്കൾക്കിടയിൽ ലഹരി വ്യാപിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിലുള്ള യുവ തലമുറയെല്ലാം തന്നെ ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്തവരായി വരച്ചു കാട്ടുകയാണ് എന്നുള്ള രീതിയിലൊരു പ്രതിച്ഛായ സൃഷ്ടിക്കുന്ന ഒരു തോന്നൽ അവർക്കുണ്ടാകുമെന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിൽ പ്രശ്നങ്ങളിൽ അത്തരത്തിലുള്ള ഒരു സമീപനം സർക്കാരിനില്ലെന്നും ഇത് എല്ലാ രീതിയിലും ഇത് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം തടയുക എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതെന്നും മന്ത്രി പറയുകയുണ്ടായി. ഇന്ന് വയനാട്ടിലെ ചുരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളിലുള്ള പുനരധിവാസത്തിലെ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് TC MLA അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിന്റെ നടപടികളാണ് ഇപ്പോൾ നിയമസഭയിൽ പുരോഗമിക്കുന്നത്. ശരി വിനയ, കുട്ടികൾക്കിടയിലെ ലഹരി വ്യാപനത്തിനെതിരെ നടപടികൾ കർശനമായി കൈക്കൊള്ളുമെന്നാണ് മന്ത്രി എം.പി. രാജേഷ് നിയമസഭയിൽ പറഞ്ഞത്. വിവരങ്ങൾ നൽകിയത് PS വിനയായിരുന്നു.